പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് അറിയില്ല. എന്താണ് പരിശുദ്ധാത്മാവ്, ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് മുസ്ലിങ്ങൾക്ക് അറിയയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പരിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 85-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഖുർആൻ 17-ാം അധ്യായം അത് ഇസ്രാ എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. അതിൽ 85-ാം വാക്യം, നിന്നോടവർ ആത്മാവിനെപ്പറ്റി ചോദിക്കുന്നു. നിന്നോടവർ ആത്മാവിനെപ്പറ്റി ചോദിക്കുന്നു. ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു. അറിവിൽ നിന്നും അല്പമല്ലാതെ നിങ്ങൾക്കത് നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതാരാണ് ചോദിക്കുന്നത്? അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതിനും ഞങ്ങൾ എല്ലുകളും ജീർണ അവശിഷ്ടങ്ങളും ആയി കഴിഞ്ഞിട്ടാണോ പുതിയൊരു സൃഷ്ടിയായി ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് പറയുക. 84-ാം വാക്യം പറയുക, എല്ലാവരും അവരവരുടെ സമ്പ്രദായം അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ കൂടുതൽ ശരിയായ മാർഗം സ്വീകരിച്ചവൻ ആരാണെന്നതിനെപ്പറ്റി നിങ്ങളുടെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അപ്പം ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ തന്നെ വ്യക്തമായി അറിയുന്ന ദൈവം അല്ലെങ്കിൽ അള്ളാഹു. അള്ളാഹു ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? നിന്നോട് അവർ ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു. ആര്? യഹൂദന്മാരും ക്രിസ്ത്യാനികളും നിങ്ങൾ അവരോട് ചോദിക്കുന്നു. ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. കാരണം എൻ്റെ രക്ഷിതാവിന് മാത്രമേ ആത്മാവിനെക്കുറിച്ച് അറിയുള്ളൂ. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്കത് നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ അറിവിൽ നിന്ന് അല്പമല്ലാതെ, അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നോക്കിക്കളയാം. ബനി ഇസ്രായേൽ എന്നാണ് അതിൽ കാണുന്നത്. ബനി ഇസ്രായേൽ ഇതിനകത്ത് പറയുന്നു, they question thee concerning the soul. Tell them, the soul has been created by the command of my Lord, and you have been granted but little knowledge concerning it. അതാണ്. അപ്പോൾ അത് the question, they question thee, അവർ നിന്നോട് ചോദിക്കുന്നു, concerning the soul, അതായത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. Tell them, the soul has been created by the command of my Lord. അത് ദൈവത്തിൻ്റെ ആജ്ഞയാൽ ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. And you have been granted but little knowledge concerning it. നിങ്ങൾക്ക് അല്പം മാത്രമേ അതിനെക്കുറിച്ചുള്ള അറിവ് ഞാൻ നൽകിയിട്ടുള്ളൂ. മുഴുവനായി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ ഒരു വിവരവും നൽകിയിട്ടില്ല എന്നാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മറ്റൊരു ഇംഗ്ലീഷിൽ തന്നെ പല വിധത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് ഇത് കണ്ടോ, ഈ ഖുർആൻ കണ്ടോ. ഇനി മറ്റൊരു ഖുർആൻ ഇതിൽ പറയുന്നത് 17-85 ഇതിൽ പറയുന്നത് സെക്ഷൻ 10, they ask thee concerning the spirit. Say, the spirit is of the command of my Lord of knowledge
ഇറ്റ് ഈസ് ഓൺലി എ ലിറ്റിൽ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു യു. അതാണ് പറഞ്ഞത്. അപ്പോൾ നിനക്ക് അതിനെക്കുറിച്ച് അല്പം പോലും ഞാൻ മനസ്സിലാക്കി തന്നിട്ടില്ല. നിനക്ക് അതിനെക്കുറിച്ച് നിൻ്റെ അല്പബുദ്ധിയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് പോലുമില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേ ആസ്ക് ദീ കൺസേണിങ് ദ സ്പിരിറ്റ്, സേ ദ സ്പിരിറ്റ് ഈസ് ഓഫ് ദ കമാൻഡ് ഓഫ് മൈ ലോഡ് ഓഫ് നോളേജ്. ഇറ്റ് ഈസ് ഓൺലി എ ലിറ്റിൽ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു യു. അതിനെക്കുറിച്ച് കുറച്ച് അല്പം മാത്രമേ ഞാൻ നിന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ളൂ എന്നാണ് നബിയോട് പറഞ്ഞത്. ഇനി മറ്റൊരു ഖുർആൻ, ഇതൊരു വേറൊരു ഖുർആനാണ്. ഈ ഖുർആൻ ഇത് ഇംഗ്ലീഷാണ്. ഇതിൽ പറയുന്നത് എന്താണ്? അത് തന്നെയാണെന്ന് തോന്നുന്നു. നോട്ടെ, 85. And they ask you, O Muhammad, concerning the Ruh, the Spirit, say, the Ruh or the Spirit is one of the things, the knowledge of which is only with my Lord, and of knowledge you, that is mankind, have been given only a little. അതാണ് എല്ലാത്തിലും അങ്ങനെ തന്നെ പറഞ്ഞത്. And they ask you, O Muhammad, concerning the Ruh or the Spirit, say, the Ruh or the Spirit is one of the things, the knowledge of which is only with my Lord, and of knowledge you or mankind have been given only a little. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്പം മാത്രമേ നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടിയും ആണ് നടക്കുന്നത് എന്നുള്ളത് ഈ ഖുറാനിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവും യേശു ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ഈ ഖുറാനിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അത് ഖുർആനിൽ രണ്ടാം അധ്യായം എന്ന് പറയുമ്പോൾ അത് അൽ ബക്കറ, അതിൽ 87-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? മറിയമ്മിൻ്റെ മകനായ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിൻ്റെ പിൻബലം നൽകുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ മറിയമ്മിൻ്റെ മകനായ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി. അതേസമയത്ത് അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ ദൃഷ്ടാന്തം നൽകിയിട്ടില്ല, അല്പം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിൻ്റെ പിൻബലം നൽകുകയും ചെയ്തു. കണ്ടോ? അപ്പോൾ യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. ഈ പിൻബലം മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നുവോ എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല. കാരണം അത് ഖുറാനിൽ പറയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും യേശു ക്രിസ്തുവിന് ഈ പരിശുദ്ധാത്മാവിൻ്റെ പിൻബലം ഉണ്ട് എന്ന് ഖുറാൻ തന്നെ പറയുന്നു. ആ പരിശുദ്ധാത്മ എന്താണെന്ന് ദൈവം അല്ലെങ്കിൽ അള്ളാഹു ഈ മുസ്ലിങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഖുർആൻ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കേണ്ടത്, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 2:88 നമുക്ക് നോക്കിക്കളയാം. 2:88. ഇതിൽ 87 പറയുന്നത്. ഇംഗ്ലീഷിൻ്റെ ഇതിൽ പറയുന്നത് 87 ഇതിൽ ആയത്ത് പറയുന്നത്. വി ഗേവ് മോസസ് ദ ബുക്ക് ആൻഡ് ഫോളോ ഹിം അപ്പ് with a succession of messengers. We gave Jesus, the son of Mary, clear signs and strengthened him with the Holy Spirit. Kando. We gave Moses the book and follow him up with a succession of messengers. We gave Jesus, the son of Mary, clear signs and strengthened him with the Holy Spirit.
അപ്പം അങ്ങനെയാണ് ഇതിൽ പറയുന്നത്, ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി മറ്റൊരു 2:88. Indeed, we gave Moses the book and caused a number of messengers to follow after him. And to Jesus, son of Mary, we gave manifest signs and strengthened him with the spirit of holiness. എന്നാണ് ഈ ഖുർആൻ ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത്. ഇതിൽ നോക്കാം നമുക്ക് എന്തായാലും. ഇത് വേറൊരു പരിഭാഷയാണ്. ഇതിൽ നമുക്ക് നോക്കിക്കളയാം. 2:88 അല്ലേ പറഞ്ഞത്. Yes. യെസ് 2:87 ഇതിൽ കാണുന്നത്. ആൻഡ് ഇൻഡീഡ് വി ഗേവ് മൂസ ഓർ മോസസ് ദ ബുക്ക് ആൻഡ് ഫോളോ ഹിം അപ്പ് വിത്ത് എ സക്സഷൻ ഓഫ് മെസ്സഞ്ചേഴ്സ്. ആൻഡ് വി ഗേവ് ഇസ ഓർ ജീസസ് ദ സൺ ഓഫ് മറിയം ക്ലിയർ സൈൻസ് ആൻഡ് സപ്പോർട്ടഡ് ഹിം വിത്ത് ദ റൂഹുൽ ഖുദൂസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് ജിബിരിൽ ഓർ ഗബ്രിയേൽ എന്നാണ്. അപ്പോൾ ഇവിടെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ജിബ്രീൽ അല്ലെങ്കിൽ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു ദൂതൻ എന്നാണ്. അപ്പോൾ അതാണ്. അപ്പം ദൈവം മുൻകൂട്ടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഈ ഹോളി സ്പിരിറ്റ് എന്താണെന്ന് വ്യക്തമാക്കി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്താണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? എന്താ ബൈബിളിൽ പറഞ്ഞറിയോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം എടുത്ത് വായിച്ചു നോക്കൂ എല്ലാവരും. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ആരാണ് ആത്മാവ്? ദൈവമാണ്. ഈ ഒരു സത്യം ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഖുറാനിൽ വെളിപ്പെടുത്തിയിട്ടില്ല ദൈവം. അതുകൊണ്ട് തന്നെ അവർക്കതിനങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം ഈ പറയുന്നതായ തൗറാത്തും ഇഞ്ചീലും ഖുറാൻ്റെ മുൻപ് അതത് വേദക്കാർക്ക് ദൈവം ഇറക്കി കൊടുത്തിട്ടുള്ളതായ വചനങ്ങളാണ്. അത് ദൈവം ഇറക്കി ഉണ്ട് എന്നാണ്, ദൈവമാണ് ഇത് ഇറക്കി കൊടുത്തതെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികളാണ് മുഹമ്മദിയർ. അപ്പോൾ അവരുടെ ആ ഗ്രന്ഥത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യേശുക്രിസ്തു വ്യക്തമാക്കുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. എന്താണ് യേശുക്രിസ്തു ഇങ്ങനെ പറയാൻ കാരണം? യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ പിൻബലമുള്ളവനാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ അറിയുന്നവന് മാത്രമേ സത്യത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നല്ലേ എൻ്റെ അർത്ഥം. ഇനി മറ്റൊന്ന്, ആക്ട്സ് പ്രവർത്തനങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അത് വായിച്ചാൽ കുറച്ചുകൂടെ വളരെ എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ
ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ അത് പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നു കൂടി ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവനെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പാർത്യരും മേദ്യരും ഏലാമ്യരും മെസപ്പത്യോമ്യരും യഹൂദിയയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും പൃഗ്യയിലും ഫംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞു, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ വന്ന് പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതത്രേ അതത്. എന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം 3 പ്രത്യക്ഷപ്പെട്ടതാണ്. ഒന്ന് പിതാവായ ദൈവം എന്ന് പറയുന്നതായ പരിശുദ്ധാത്മാവായ ദൈവം. മറ്റൊന്ന് ജഡമായി ഈ ലോകത്തിൽ അവതരിക്കപ്പെട്ട ക്രിസ്തു, അതാണ് ജഡമായി തീർന്ന വചനം, ജഡമായി തീർന്ന യേശു എന്ന ദൈവം. മൂന്നാമത്തത് പരിശുദ്ധാത്മാവ്, നമുക്ക് കാണപ്പെടാത്തതാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പിന്നെ ഒന്ന് പറഞ്ഞത് ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിൽ നമുക്ക് വായിച്ചു നോക്കിയാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അതിലെന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് വരുവോളം നിങ്ങൾ യെരുശലേം വിട്ട് പുറത്ത് പോകരുത് എന്നാണ് പറഞ്ഞത്. അവർ പോയിട്ടില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. എന്നിട്ട് അതിനുശേഷമാണ് അവർ പേടിയില്ലാതെ യഹൂദരെയും റോമ സാമ്രാജ്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അവർ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി മുന്നോട്ട് പോയത്. അങ്ങനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറയുന്നു. യേശുക്രിസ്തു അങ്ങനെ പറയാനുള്ള കാരണം പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.